ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട SIT ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ദാസ്യരായി മാറിക്കഴിഞ്ഞു. പ്രതികളെ പിടിക്കാൻ പോയവർ കള്ളന്മാർക്ക് കുട പിടിക്കുന്ന കാഴ്ച കണ്ട് കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. നിഷ്പക്ഷരായ നിയമവിദഗ്ധരും മുതിർന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഈ അന്വേഷണം ഒരു ചാവേർ നാടകമാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സംശയം നിഴലിൽ നിൽക്കുന്ന ഈ കേസിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സത്യം കണ്ടുമെത്തുമെന്ന് വിശ്വസിക്കാൻ മലയാളി അത്ര വിഡ്ഢിയല്ല. ലാവലിൻ തൊട്ട് ലൈഫ് മിഷൻ വരെയും കരുവന്നൂർ മുതൽ രക്തസാക്ഷി ഫണ്ട് വരെയുള്ള സകല കൊള്ളകളിലും CPM നേതാക്കൾക്ക് സുരക്ഷാ കവചമൊരുക്കിയ അതേ തിരക്കഥയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലും ആവർത്തിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാതെ ഉരുണ്ട് കളിക്കുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനാണെന്ന് വ്യക്തമാണ്. ശാസ്ത്രീയ പരിശോധനയുടെ പേര് പറഞ്ഞ സമയം നീളുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. അന്വേഷണ സംഘം തന്നെ കള്ളന്മാരായി മാറുന്ന അവസ്ഥയാണിവിടെ. സ്വർണം കട്ടവരെക്കാൾ വലിയ ക്രിമിനലുകളാണോ ഇവരെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തങ്ങൾക്കാവുന്നില്ലെങ്കിൽ ആ പണി നിർത്തി ഹൈക്കോടതിയോട് കൈകൂപ്പി പറയണം, ഞങ്ങൾ തോറ്റുപോയി, പണി വേറെ ആളെ ഏൽപ്പിക്കൂ എന്ന്. അന്വേഷണത്തിൽ വെള്ളം ചേർത്ത് CPM നേതാക്കളെ വെള്ള പൂശാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനം തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല. ഒരു വശത്ത് നവോത്ഥാന പ്രസംഗം, മറുവശത്ത് ഭഗവാന്റെ സ്വർണം പോലും മുക്കുന്ന കൊള്ള സംഘത്തിന് സംരക്ഷണം. പിണറായി വിജയനും സംഘവും ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തുന്നത് സ്വർണ്ണക്കള്ളന്മാരുടെ കാവൽക്കാർ എന്നായിരിക്കും. സ്വർണം കട്ടവരെക്കാളും വലിയ കള്ളന്മാരായി SIT മാറുകയാണോ എന്നതാണ് പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ആശങ്ക പങ്കുവെച്ച് തുടങ്ങിയിരിക്കുന്നത്. അവർ കള്ളന്മാരായതുകൊണ്ടാണ് കൊള്ളക്കാരെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നത് എന്ന് പലരും വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതല്ല, SIT കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്നവരല്ലെങ്കിൽ ബാഹ്യ ഇടപെടലുകൾ കൊണ്ട് അന്വേഷണം നടത്തുവാൻ കഴിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് തുറന്നു പറയണം, തങ്ങൾക്കാവുന്നില്ല എന്ന്. 3 പ്രധാനപ്പെട്ട പ്രതികൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വിലസി നടക്കുകയാണ്. ഏത് നിമിഷവും 1-ാം പ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങി നടക്കും. ഇതിനെല്ലാം കാരണം SIT എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന്റെ പോരായ്മയും കുറ്റപത്രം നൽകാതെ തേരാപ്പാര നടക്കുന്ന സമീപനവും കൊണ്ടാണ്. സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധന ഫലം വ്യക്തമായി വന്നതിനു ശേഷം അത് പ്രകാരമേ കുറ്റപത്രം സമർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ന്യായം ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം വൈകിപ്പിച്ചു കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വവും അന്വേഷണം നടത്തുന്നവർക്ക് തന്നെയാണ്. അന്വേഷണത്തിൽ വെള്ളം ചേർത്ത് യഥാർത്ഥ പ്രതികളെ, അതായത് CPM നേതാക്കളെ രക്ഷിക്കുവാനുള്ള പദ്ധതി മാത്രം ആണിപ്പോൾ SITയുടെ മുന്നിൽ ഉള്ളതെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും ഹൈക്കോടതി എന്തുകൊണ്ട് നിലപാട് കടുപ്പിക്കുന്നില്ല എന്ന ചോദ്യവും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സമൂഹം. വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ്. ജനമിളകുന്ന കാലം വിദൂരമല്ല. കുറ്റപത്രം സമർപ്പിക്കുവാൻ വൈകിയത് സാക്ഷിയ പരിശോധനയാണെന്ന ന്യായം പറയുന്നുണ്ടെങ്കിലും അതവിടെ നിൽക്കട്ടെ. പ്രതികൾ ഇനിയുമുണ്ട്. അവരെ ചോദ്യം ചെയ്യുവാനോ ചോദ്യം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാകാത്തത് അവരെല്ലാം വലിയ CPM നേതാക്കൾ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത് മുതൽ ലാവ്ലിൻ ഡോളർ കടത്ത്, ലൈഫ് മിഷൻ, കരുവന്നൂർ ബാങ്ക്, രക്തസാക്ഷി ഫണ്ട് തുടങ്ങിയ എല്ലാ മേഖലയിലും കൊള്ള നടത്തി രക്ഷപ്പെടുന്ന CPM നേതാക്കൾ ശബരിമലയിലെ മോഷണത്തിലും രക്ഷപ്പെടുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ അന്വേഷണ ഏജൻസി വന്ന് ഓരോ ആളെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. EDയുടെ മുൻകാല പ്രവർത്തനം കേരളത്തിൽ നടന്നത് വെച്ച് നോക്കുമ്പോൾ ഇതും പ്രഹസനമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. BJP CPMനെ സഹായിച്ചാൽ അത് ജനങ്ങൾക്ക് ബോധ്യമായാൽ വിശ്വാസികൾ തകർത്ത് തരിപ്പണമായാകും ഈ BJP ബന്ധത്തെ. എങ്കിലും ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. ED വന്ന് പരിശോധന തുടങ്ങിയെന്ന് പറയുമ്പോൾ ശക്തമാകേണ്ടുന്ന SITയുടെ പ്രവർത്തനം അതിനു പകരം കൂടുതൽ വഷളായതും തകർന്നതുമായിട്ടാണ് കാണുന്നത്. അതിനർത്ഥം EDയും SITയും ഇതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഏതായാലും EDയെ വിലയിരുത്താൻ സമയമായില്ലെങ്കിലും SIT തകർന്നു എന്ന് തന്നെ പറയാം. കേരളം കണ്ട ഏറ്റവും പ്രമുഖരായ പഴയ പോലീസ് ഓഫീസർമാരുടെ കാഴ്ചപ്പാടിൽ ഈ SIT അന്വേഷണം ഏതെങ്കിലും അന്തസ്സുള്ള നിഷ്പക്ഷരായിട്ടുള്ള ഏജൻസിക്ക് കൈമാറുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിണറായി വിജയനും സംഘവും SITയിൽ പ്രവർത്തിക്കുന്നവരുടെ മാനവും മര്യാദയും കളഞ്ഞുകുളിക്കും. കള്ളന്മാർ രക്ഷപ്പെടും. SITയും അതുപോലെ മുഖ്യമന്ത്രിയും എത്രയോ പെട്ടെന്ന് ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. അന്തസ്സുണ്ടെങ്കിൽ ഈ കേസ് കേന്ദ്ര ഏജൻസിക്കോ ഹൈക്കോടതിയോ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിനോ വിട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലെങ്കിൽ നാണം കെട്ട് നാടുവിടേണ്ടി വരുന്ന SIT ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരും സ്ഥാനം പിടിക്കും.